എൻ്റെ അപ്പൻ ഇതുപോലെ എണീറ്റ് ഡാൻസ് കളിക്കുന്നത് കാണാൻ എനിക്ക് കൊതിയാവുന്നു. 12 മണിക്കൂർ നീണ്ട വെറുപ്പിക്കുന്ന വിമാനയാത്ര. മനസ്സിൽ ഒന്നു മാത്രം, അപ്പൻ്റെയും അമ്മയുടെയും സഹോദരങ്ങളുടെയും കൂടെ കുറച്ച് ദിവസം അടിച്ചു പൊളിക്കണം. ആരെയും അറിയിക്കാതെ ഞെട്ടിക്കുന്ന രീതിയിൽ ഒരു വരവ്. ആരോടും പറഞ്ഞിരുന്നില്ല ഞങ്ങൾ വരുമെന്ന്. അവരുടെ സന്തോഷം കാണാൻ എനിക്ക് വളരെ ആഗ്രഹമായിരുന്നു. അപ്പൻ എനിക്കായി തന്ന സ്ഥലത്ത്, അപ്പൻ്റെ മേൽനോട്ടത്തിൽ, അപ്പൻ്റെ കൈകൊണ്ട് പണി കഴിപ്പിച്ച എൻ്റെ വീട്ടിൽ നിന്നും ഞങ്ങൾ യാത്ര തിരിച്ചു. അപ്പനെയും അമ്മയെയും സഹോദരങ്ങളെയും സന്തോഷിപ്പിക്കുന്ന സമയത്ത് ഞാനൊന്നു മറന്നു. എൻ്റെ അപ്പനും അമ്മയ്ക്കും ഒരുപാട് പ്രായമായിരുന്നു. ഒരു പ്രവാസിക്ക് അവൻ നാട്ടിൽ വരുന്ന ദിവസങ്ങളാണ് പള്ളിപ്പെരുന്നാളും ഉത്സവവും ക്രിസ്മസുമെല്ലാം. അതുകൊണ്ട് തന്നെ ഞാൻ നാട്ടിൽ വന്നത് എല്ലാവരും ഒരാഘോഷമാക്കി. പക്ഷേ ഇന്ന് ഇതുപോലെ ഡാൻസ് കളിച്ച് ഉറങ്ങിയ എൻ്റെ അപ്പൻ പിറ്റേ ദിവസം ഉണരുമ്പോൾ അപ്പൻ്റെ ഒരു കൈയും ഒരു കാലും അനങ്ങുന്നുണ്ടായിരുന്നില്ല. എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ചു. നീണ്ട സർജറിക്ക് ശേഷം ഇന്നും അപ്പൻ്റെ കണ്ണ് തുറന്നിട്ടില്ല. ഒരു പ്രവാസി എന്ന രീതിയിൽ ഞാൻ തോറ്റുപോയി. ഒരു മകൻ എന്ന രീതിയിൽ ഞാൻ വളരെയധികം തോറ്റുപോയി. എനിക്കിഷ്ടപ്പെട്ട എല്ലാ ഭക്ഷണവും ഉണ്ടാക്കി തന്ന എൻ്റെ അപ്പൻ എന്നെ ഒന്ന് കാണാനോ മിണ്ടുവാനോ കഴിയാതെ കിടപ്പിലാണ്. ലീവ് എടുത്ത് വരേണ്ടിയിരുന്നില്ല. ദൂരെ നിന്നും അപ്പനെ വീഡിയോ കോളിൽ കാണുന്നതായിരുന്നു ഇതിലും നല്ലത്. ജീവിതത്തിൽ ഞാൻ തോറ്റു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിപ്പോഴാണ്, അതിവിടെ വെച്ചാണ്. അപ്പന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ഞങ്ങൾ.